ഹോളി ദിനത്തിൽ മുസ്ലിം വിശ്വാസികൾ വീട്ടിലിരിക്കണമെന്ന നിർദ്ദേശം യുപിക്ക് പിന്നാലെ ബീഹാറിലും വിവാദമാവുകയാണ്. നിറങ്ങളുടെ ഉത്സവമായ ഹോളി ഇത്തവണ വെള്ളിയാഴ്ചയാണ്. മുസ്ലിം വിശ്വാസികളുടെ പതിവ് വെള്ളിയാഴ്ച പ്രാർത്ഥനയും ഈ ദിവസം നടക്കും. ഈ സാഹചര്യത്തിൽ നിറങ്ങളെ പേടിയുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ഹോളി ദിനത്തിൽ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഭാൽ സർക്കിൾ ഇൻസ്പെക്ടർ അനൂജ് കുമാർ കഴിഞ്ഞ ദിവസവും രംഗത്ത് വന്നിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടറുടെ നിർദ്ദേശം വിവാദമുണ്ടാക്കിയെങ്കിലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വന്നു. ഇതിനു പിന്നാലെയാണ് ബീഹാറിലെ BJP MLA ഹരിഭൂഷൺ താക്കൂർ ബച്ചളും സമാനമായ നിർദ്ദേശവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതോടെ BJP നേതാവിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവും RJD അധ്യക്ഷനുമായ തേജസ്വി യാദവും രംഗത്ത് വന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിലപാട് വ്യക്തമാക്കണമെന്നും വിവാദ പ്രസ്താവന നടത്തിയ MLAക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നും തേജസ്വി യാദവ് ആവശ്യപ്പെട്ടു. മുസ്ലിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു വർഷത്തിൽ 52 വെള്ളിയാഴ്ചകളുണ്ട്. ഈ ആഴ്ച ഹോളി ആഘോഷം വെള്ളിയാഴ്ചയാണ്. അതിനാൽ ഹിന്ദുക്കളെ ഉത്സവം ആഘോഷിക്കാൻ അനുവദിക്കണം. അവർ നിങ്ങളുടെ മേൽ നിറങ്ങൾ പുരട്ടിയാൽ അവരെ കുറ്റം പറയരുത്. ആർക്കെങ്കിലും അത്തരം പ്രശ്നമുണ്ടെങ്കിൽ അവർ വീടിനുള്ളിൽ തന്നെ കഴിയണം. സാമുദായിക ഐക്യം നിലനിർത്തുന്നതിന് ഇത് അത്യന്താപേക്ഷിതമാണ് എന്നായിരുന്നു BSP നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയ ഹരിഭൂഷൺ താക്കൂർ ബച്ചൌളിന്റെ നിർദ്ദേശം. മുസ്ലിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇരട്ടത്താപ്പ് നിലപാടുകളാണുള്ളതെന്നും നിറങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകൾ സ്ഥാപിച്ച് പണം സമ്പാദിക്കുന്നതിൽ അവർ സന്തുഷ്ടരാണെന്നും എന്നാൽ അവരുടെ വസ്ത്രങ്ങളിൽ കുറച്ച് നിറം വീണാൽ അവർ നരകത്തെക്കുറിച്ച് ഭയപ്പെടാൻ തുടങ്ങുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതേസമയം അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു തേജസ്വി യാദവിന്റെ പ്രതികരണം. ഇവിടെ അവന്റെ നിയമമല്ല. വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിന് അയാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് RJD അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. RSS, BJP, സംഘപരിവാർ എന്നിവരുടെ പദ്ധതികൾ പലപ്പോഴും പരാജയപ്പെടുത്തിയിട്ടുള്ള ബീഹാറാണിതെന്ന് ബച്ചൌൾ ഓർമ്മിക്കണം. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളിൽ ഭയം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അയാൾ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടേത് ഓരോ മുസ്ലിമിനെയും കുറഞ്ഞത് 5 or 6 ഹിന്ദുക്കളെങ്കിലും സംരക്ഷിക്കുന്ന ഒരു നാടാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. BJP നേതാവിനെ വിമർശിച്ച് കോൺഗ്രസ് MLA ആനന്ദ് ശങ്കറും രംഗത്ത് വന്നു. പുരാതന കാലത്ത് രാക്ഷസന്മാരായിരുന്നു ഇത്തരം കാര്യത്തിൽ ഇടപെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ചെയ്യുന്നത് BJPയിലെ ആളുകളാണ്. അവർ ആഘോഷങ്ങളിൽ ഇടപെടുന്നു. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നു. അങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ രാജ്യം ഭരണഘടന അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും വർഗീയത പറഞ്ഞതിന് കിടിലൻ മറുപടി തന്നെ നേതാവിന് കിട്ടി.